നിഹാലും അനന്യയും അവരുടെ അടുത്ത സുഹൃത്തിന്റെ കല്യാണ തലേദിവസ ഫംഗ്ഷന് പോവാൻ തയ്യാറാവുകയായിരുന്നു. പക്ഷെ പോവാനിറങ്ങിയ നേരത്ത് അവരുടെ കാറിന്റെ ടയർ പഞ്ചറായി കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ശരിയാക്കാൻ നിന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല. അവസാനം 8 മണിക്ക് ഇറങ്ങാൻ നിന്നിരുന്നവർ 12 മണിയായി ഇറങ്ങുമ്പോൾ ഇന്ന് തന്നെ എത്തണം, ഇല്ലെങ്കിൽ നാളത്തെ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് സാധാരണ രാത്രി യാത്ര ചെയ്യാറില്ലാത്ത ഇരുവരും വീട്ടിൽ നിന്ന് വൈകിട്ടും പുറപ്പെട്ടു. കുറുതിമല റോഡിൽ കടന്നപ്പോൾ കാടിന്റെ കാറ്റും മൂടൽ മഞ്ഞും മാത്രം. മനുഷ്യരുടെ ശബ്ദമൊന്നുമില്ല. അല്പം ദൂരം കഴിഞ്ഞപ്പോൾ അനന്യ പുറത്തു നോക്കിയിട്ട് പറഞ്ഞു, നിഹാൽ, ഇത് നമ്മൾ നേരത്തെ പോയ വഴിയല്ലേ? നിഹാൽ സംശയത്തോടെ പറഞ്ഞു, ആണോ? എനിക്കറിയില്ല, നമുക്ക് നോക്കാം. നിഹാൽ അനന്യ പറഞ്ഞത് അത്ര കാര്യമാക്കിയില്ല. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും അതേ വഴിയിൽ തന്നെയെന്ന് തെളിഞ്ഞു. അതേ മരങ്ങളും അതേ വളവും അതേ ചെറുകല്ലും അതിലും. ഇല്ല, ഇത് അതേ വഴിയാണ്, അനന്യ ഉറപ്പിച്ചു പറഞ്ഞു. നിഹാൽ മനസ്സിൽ ഭയപ്പെട്ടിരുന്നുവെങ്കിലും അതവൻ കാണിക്കാതെ പറഞ്ഞു, ഏടി, അത് നിന്റെ തോന്നലാവും. അപ്പോഴാണ് ഇരുട്ടിന്റെ നടുവിൽ ഒരു ശക്തമായ കൈയടക്കമുള്ള വെളിച്ചം. കാക്കി വേഷവും തലക്കെട്ടും ധരിച്ച ഒരു പോലീസ് ഓഫീസർ റോഡിന്റെ വക്കിൽ നിൽക്കുന്നു. നിഹാൽ കാർ മെല്ലെ നിർത്തി. സാർ, ഞങ്ങൾ കുറുതിമല വഴി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതേ വഴിയാണ് വീണ്ടും വീണ്ടും വരുന്നത്. ഞങ്ങൾക്ക് വഴി മനസ്സിലാവുന്നില്ല. ഓഫീസർ കൈയുയർത്തി വഴി കാണിച്ചു. നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്, വലത്തേക്ക് പോകരുത്, ഇടത്തേക്കിറങ്ങുന്ന വഴിയാണ് ശരി. ഓഫീസർ അവിടുത്തെ രാത്രി കാവൽക്കാരനായിരുന്നു. നിഹാലും അനന്യയും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അയാൾ കാണിച്ച വഴിയിൽ കാറെടുത്തു. വഴി കുറച്ചു നേരത്തേക്ക് വളരെ സ്വാഭാവികമായി, 1000 ആശങ്കകൾ മാറിയ പോലെ. പക്ഷെ പെട്ടെന്ന് കാറിന്റെ വെളിച്ചത്തിൽ മുന്നിൽ ഒന്നിനും തുടർച്ചയില്ലെന്ന പോലെ റോഡ് പൂർണ്ണമായി അവസാനിച്ചു. അതിനു പിന്നിൽ ആഴം കാണാത്ത ഒരു വൻ പാറയിറക്കം. നിഹാൽ! അവൻ ബ്രേക്ക് അമർത്തി. പക്ഷേ നിലത്ത് ചെളി. ചക്രം വഴുതി. കാർ നിയന്ത്രണം വിട്ട് ആ ഇറക്കത്തിലേക്ക് നേരെ. അവർ താഴേക്ക് വീണു. അവസാന നിമിഷം അനന്യയുടെ നിലവിളി മാത്രം. രാത്രി നിശബ്ദമായി മുകളിലെ പാറത്തുമ്പിൽ അദ്ദേഹം പോലീസ് ഓഫീസർ നിശ്ചലമായി നിൽക്കുന്നു. ഇപ്പോൾ അവന്റെ കാക്കി രക്തത്തിൽ കലർന്ന മുഖത്ത് ജീവന്റെ ഒരു കണിക പോലുമില്ല. അങ്ങനെ നിമിഷങ്ങൾക്കു ശേഷം അവന്റെ രൂപം മഞ്ഞിനുള്ളിൽ പിരിഞ്ഞു. ഒരു തിരി വെളിച്ചം മാത്രം അവശേഷിച്ചു.